അതന്നെ ഞങ്ങളും ചോദിക്കുന്നത്, എന്തിനാണ് ഈ എക്സാം? നീ എന്തിനാ പഠിക്കണേന്ന്? നമ്മളെ വിലയിരുത്തുവാൻ, നമ്മുടെ കഴിവെന്താണെന്നും നമ്മുടെ കുറവെന്താണെന്നും ഏതൊക്കെ വിഷയങ്ങളിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടെന്നും ഏതൊക്കെ നമുക്ക് പറ്റില്ല എന്നും ഈ നിശ്ചിത സമയത്തിനകം എത്രമാത്രം പഠിച്ചെടുക്കാമെന്നും അത് എഴുതി പിടിപ്പിക്കുവാനുള്ള കഴിവ് നമുക്ക് സ്വയം വിലയിരുത്തുവാൻ. ശരിയാണ്, അടുത്ത അഡ്മിഷനിലേക്കും അടുത്ത ലെവലിലേക്കും പോകാൻ നിന്നത് വേണം. പക്ഷെ അവിടെ ഏറ്റവും അധികം നിങ്ങൾ തിരിച്ചറിയേണ്ടത് എൻ്റെ കഴിവും എൻ്റെ കുറവും എനിക്ക് തിരിച്ചറിയാനുള്ള മാർഗമാണ്. അവിടെ തല്ലിക്കൂട്ടി ദയവ് ചെയ്ത് ഫുൾ A+ മേടിക്കാൻ നോക്കരുത്. നമ്മൾ ഫുൾ A+ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരൻസ് വിചാരിക്കും നിങ്ങൾ എല്ലാത്തിനും പുലിയാകും. പോരാത്തതിന് കലാപ്രതിഭ കൂടിയായ നമ്മുടെ മകന് എല്ലാ വിഷയത്തിലും 100% മാർക്കും. അത് വിചാരിച്ച് ഓടിക്കൊണ്ട് സയൻസ് കൊണ്ട് ഇരുത്തും. മാത്സിൽ പാടുള്ള നിങ്ങൾ സയൻസിൽ പോയി അവിടെ പോയി മുക്രയിടും. ഈ പറഞ്ഞ സാധനം ഒന്നും പലർക്കും പറ്റത്തില്ല. സപ്പോസ് നിങ്ങൾക്ക് സോഷ്യൽ വർക്കർ ആകാനാണ് ആഗ്രഹം, നിങ്ങളുടെ സ്കില്ലും അതാ, മനുഷ്യനോട് ഇടപെടാൻ നല്ല കഴിവ്. അത് ഇതിൻ്റെ അകത്തിരിക്കുന്ന 4 പിള്ളേർ, ഈ കൊച്ചിനൊക്കെ മനുഷ്യനോട് ഇടപെടാൻ നല്ല സോഷ്യൽ സ്കില്ലുണ്ട്. ഈ സോഷ്യൽ സ്കില്ലുള്ള ആൾക്കാർക്ക് നല്ല സോഷ്യൽ വർക്കർ ആകാം, വേണമെങ്കിൽ നല്ല കൗൺസിലർ ആകാം. അങ്ങനെയാണ് നിങ്ങളുടെ കഴിവെങ്കിൽ നിങ്ങൾ ഫുൾ A+ മേടിച്ചാലും ഉപ്പയോടും ഉമ്മയോടും പറയണം, ഉപ്പ ഉമ്മ ഞാൻ ഫുൾ A+ മേടിച്ചതിനകത്ത് മാത്സിനെ പരിഗണിക്കേണ്ട, അതെൻ്റെ കഴിവ് കൊണ്ട് മേടിച്ചതല്ല, ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നടന്നു പോയതാ. എനിക്ക് ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതി, എൻ്റെ ഇഷ്ടം അതാണ്. ആ പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. പരീക്ഷകളെ പരീക്ഷണങ്ങളാക്കുക. മേക്ക് എവറി എക്സാം ആസ് ആൻ എക്സ്പെരിമെന്റ്. എന്തിന്? എൻ്റെ കഴിവും എൻ്റെ കുറവും കണ്ടുപിടിക്കുവാൻ. കേരളത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം എന്നുള്ളത് ഈ ഓൾ പ്രൊമോഷനും എഴുതുന്ന പിള്ളേർക്ക് എല്ലാം നല്ല മാർക്കും എല്ലാവരും A+ കിട്ടിയപ്പോൾ നഷ്ടം സംഭവിച്ചത് പഠിക്കുന്ന പിള്ളേർക്കാണ്. കഷ്ടപ്പെട്ട് പഠിക്കുന്ന പിള്ളേർക്ക് 96-97% മാർക്ക്, ഉഴപ്പി പഠിച്ചവന് 92%, 93%. പ്ലസ് റിസർവേഷൻ വരുമ്പോൾ അവർ കയറി പോവാ. എന്നെ കേൾക്കുന്നതിൽ അധ്യാപകരുണ്ടെങ്കിൽ അവരോട് റിക്വസ്റ്റ് ഉണ്ട്, അർഹതപ്പെട്ടതിൽ കൂടുതൽ 1 മാർക്ക് പോലും ഒരു കൊച്ചിനും കൊടുക്കരുത്. അത് മതി. കഷ്ടപ്പെട്ട് കിട്ടുന്ന മാർക്കിന് വിലയുണ്ടാകും. കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്ന ഒരു കൊച്ചിനും ടാപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുളിക്കുന്ന ഒരു കൊച്ചിനും ആർക്കായിരിക്കും വെള്ളത്തിന് മൂല്യം കാണിക്കുക? കാരണം എന്താ? അവനൊരു കഷ്ടപ്പാടുണ്ട്, ഒരു അധ്വാനമുണ്ട്. മറ്റേത് ഈസിയാ, അതുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളം മറ്റേ ആന കുളിക്കുന്ന പോലെ വാരി ഇട്ടുകൊണ്ട് വെള്ളമൊക്കെ എടുത്തെറിഞ്ഞ് കളിച്ചോണ്ടിരിക്കും. ചലഞ്ച് ദ ചലഞ്ചസ്. ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടാൻ പഠിക്കണം. അതിനുള്ള ഏറ്റവും നല്ലൊരു ചലഞ്ചായിട്ട് നമുക്ക് ഈ 10ലെയും +2ലെയും എക്സാമിനെ ഏറ്റെടുക്കണം. ആർ റെഡി ഫോർ ദാറ്റ്?